കേരളത്തിന്റെ പിടിപ്പുകേട് കൊണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായാൽ കേന്ദ്രം ഉത്തരവാദിയല്ല എന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ. 2022-23 97.88% കടവും ഉപയോഗിച്ചത് കുടിശ്ശിക തിരിച്ചടയ്ക്കാൻ. 2023-24 വർഷത്തിൽ വരുമാനത്തിന്റെ 70% ശമ്പളം, പെൻഷൻ, പലിശ എന്നിവയ്ക്കായി വിനിയോഗിച്ചു. ഇത് സംസ്ഥാനത്തെ മോശം ധനകൈകാര്യം സൂചിപ്പിക്കുന്നു. കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി UDF-ന്റെയും LDF-ന്റെയും തെറ്റായ സാമ്പത്തിക നയങ്ങൾ കൊണ്ടുണ്ടായതാണെന്നും ധനമന്ത്രി പറഞ്ഞു. Kerala has received 1.57 lakh crores in 2014-24, the current reference period, which is an increase of 239% over the UPA period. How much did they receive during 2004-14, sir? 46,300 crores. What are they receiving now? 1.57 lakh crores. Kerala is being differentiated, discriminated. Please, Kerala has never been, and I like to say this with a sense of responsibility, has never been supported better than this government, the way in which Prime Minister Modi has supported her. In terms of actual numbers, in terms of actual projects. കേരളത്തെ സാമ്പത്തികമായി അവഗണിച്ചിട്ടില്ല എന്നും ധനമന്ത്രി ആവർത്തിച്ചു. 2014 മുതൽ 24 വരെ 1.57 ലക്ഷം കോടി നൽകിയിട്ടുണ്ട്. അത് UPA സർക്കാരുകളുടെ സമയത്തേക്കാൾ 239% കൂടുതലാണെന്നും നിർമ്മല സീതാരാമൻ പറയുന്നു. മോദി കേരളത്തെ പിന്തുണച്ച പോലെ മുൻപ് മറ്റാരും പിന്തുണച്ചിട്ടില്ല എന്നും ധനമന്ത്രി രാജ്യസഭയിൽ പറഞ്ഞു. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ബൽറാം, കേരളത്തെ കേന്ദ്രം തഴയുന്നു, സാമ്പത്തികമായി അർഹമായ പരിഗണന നൽകുന്നില്ല എന്നുള്ള വിമർശനങ്ങളൊക്കെ ഒരു ഭാഗത്ത് നിലനിൽക്കെ ഇവിടെ മാറി മാറി ഭരിച്ച സർക്കാരുകളുടെ തെറ്റായ സാമ്പത്തിക നയമാണ് പ്രശ്നങ്ങൾക്ക് കാരണം എന്ന് സൂചിപ്പിക്കുന്നു ധനമന്ത്രി. അതിന് ചില കണക്കുകളെ ഉദ്ധരിക്കുന്നു. എന്താണ് ധനമന്ത്രി പറയുന്നത്, ബൽറാം? റീജിത്ത്, ഇന്ന് രാജ്യസഭയിൽ ധനബില്ലുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കിടെ കേരളത്തിൽ നിന്നുള്ള 2 ഇടതുപക്ഷാംഗങ്ങൾ, ജോൺ ബ്രിട്ടാസ് MP, ഒപ്പം തന്നെ P. സന്തോഷ് കുമാർ MP എന്നിവർ കേരളത്തോട് വിവേചനം കാണിക്കുന്നതായുള്ള വിമർശനം ഉന്നയിച്ചിരുന്നു. ഇതിന് മറുപടിയായാണ് ഈ ചർച്ചകൾക്കുള്ള മറുപടി പ്രസംഗത്തിൽ കേരളത്തിന് UPA കാലത്തും നിലവിൽ മോദി സർക്കാരിൻ്റെ കാലത്തും വിവിധ കാര്യങ്ങൾക്കായി അനുവദിച്ച തുക, അതിൻ്റെ വ്യത്യാസം ഉൾപ്പെടെ എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെ വിശദമായി തന്നെ സംസാരിച്ചത്. കേരളത്തോട് യാതൊരു വിവേചനവും കേന്ദ്രം കാണിച്ചിട്ടില്ല എന്നും ധനകാര്യ കമ്മീഷന്റെ ശുപാർശ അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത് എന്നും ഗ്രാൻറ്റുകളും സഹായങ്ങളും 509% മോദി സർക്കാരിൻ്റെ കാലത്ത് വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നും മോദി പിന്തുണച്ച പോലെ മറ്റൊരാളും കേരളത്തെ പിന്തുണച്ചിട്ടില്ല എന്നും നിർമ്മല സീതാരാമൻ എടുത്തു പറഞ്ഞു. ഒപ്പം തന്നെ കേരളത്തിന് അനുവദിച്ച പദ്ധതികൾ ഓരോന്നായി എടുത്ത് ധനമന്ത്രി രാജ്യസഭയിൽ പരാമർശിച്ചു. അതിനിടെ കൊല്ലം ദേശീയപാത യാഥാർത്ഥ്യമായത് പ്രധാനമന്ത്രിയുടെ ഇടപെടലിലൂടെയാണ് എന്ന് നിർമ്മല സീതാരാമൻ പറഞ്ഞു. ഒപ്പം തന്നെ കൊച്ചി മെട്രോ, കൊച്ചി വാട്ടർ മെട്രോ എന്നിവയുടെ കാര്യം പരാമർശിച്ച ഘട്ടത്തിൽ ഇതെല്ലാം പഴയ കാര്യങ്ങളാണ് എന്ന പരാമർശം P. സന്തോഷ് കുമാർ MP നടത്തുകയായിരുന്നു. ഈ ഘട്ടത്തിലാണ് സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക പിടിപ്പുകേട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്കും നിർമ്മല സീതാരാമൻ കടന്നത്. പ്രധാനമായും സുപ്രീം കോടതിയുടെ 3 പരാമർശങ്ങളും CAG റിപ്പോർട്ടുകളിലെ 2 പരാമർശങ്ങളും സഭയിൽ പരാമർശിച്ചു ധനമന്ത്രി. ഇതോടൊപ്പം തന്നെയാണ് പഴയ കാര്യങ്ങൾ എന്ന പരാമർശത്തോട് അതിരൂക്ഷമായ പ്രതികരണമാണ് ധനമന്ത്രി രാജ്യസഭയിൽ നടത്തിയത്. ഈ ഒരു ഘട്ടത്തിൽ EMS സർക്കാരിനെ കോൺഗ്രസ് പിരിച്ചുവിട്ടത് ഓർമ്മയില്ലേ എന്നാണ് നിർമ്മല സീതാരാമൻ ചോദിച്ചത്. ജനാധിപത്യത്തെ കശാപ്പ് ചെയ്തതും ഒരു തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ പുറത്താക്കിയതും മറക്കരുതെന്നും ബഹുമാനത്തോടെയാണ് താൻ EMS നമ്പൂതിരിപ്പാടിൻ്റെ പേര് പരാമർശിക്കുന്നത് എന്നും അത്തരത്തിൽ പ്രവർത്തിച്ച കോൺഗ്രസിനോടൊപ്പം ഇരുന്നാണ് ഇപ്പോൾ തങ്ങളെ വിമർശിക്കുന്നത് എന്നുമുള്ള വിമർശനമാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ രാജ്യസഭയിൽ നടത്തിയത്. ശരി, കേരളത്തെ സാമ്പത്തികമായി അവഗണിച്ചിട്ടില്ല എന്ന് പറയുന്നു ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ഇവിടുത്തെ ധനവിനിയോഗത്തിലാണ് പ്രശ്നം ഉണ്ടായത് എന്നാണ് മന്ത്രി കുറ്റപ്പെടുത്തുന്നത്.